അപ്പോൾ മെഷീൻ ലേണിംഗ് ഇസ് ദ സ്റ്റഡി ഓഫ് അൽഗോരിതംസ് ദാറ്റ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് പി അറ്റ് സം ടാസ്ക് ടി വിത്ത് എക്സ്പീരിയൻസ് ഇ എന്നുള്ളതാണ്. ഓക്കെ, മെഷീൻ ലേണിംഗിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്ന അൽഗോരിതംസിനെ പറ്റിയാണ്. ആ അൽഗോരിതംസ് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ അൽഗോരിതം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ആ അൽഗോരിതം ചെയ്യുന്ന ആ ഒരു ടാസ്കിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡെഫിനറ്റ് സെറ്റ് ഓഫ് എക്സ്പീരിയൻസ് അതിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ആ എക്സ്പീരിയൻസിലൂടെ ഈ അൽഗോരിതം അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ ടാസ്കുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് മെഷീൻ ലേണിംഗിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ചെറിയൊരു അനലോഗിയാണിത്. ഇപ്പൊ ഒരു റോബോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ അയാളുടെ ആ റോബോട്ടിന്റെ ഇൻസ്ട്രക്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ റോബോട്ടിനെ നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ഷർട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷർട്ട് കാണിച്ചാൽ അത് ഷർട്ടാണ് എന്ന്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട് കാണിച്ചാൽ അത് ഷർട്ടാണോ അല്ലയോ എന്ന് പറയണം. അല്ലെങ്കിൽ ഷർട്ട് കാണിച്ചിട്ട് അത് ചോദിച്ചാൽ അത് ഷർട്ടാണെന്ന് ചോദിച്ചാൽ അതാണോ അല്ലയോ എന്ന് പറയണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഈ റോബോട്ടിനൊന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഒരു ഷർട്ട് ആ ഒരു റോബോട്ടിനെ കാണിക്കുന്നു. കാണിച്ചിട്ട് ഞാൻ പറയാ, ദിസ് ഇസ് എ ഷർട്ട് വി യൂസ് ടു വിയർ. ഓക്കെ, ആൻഡ് ആ ഒരു ഷർട്ട് കണ്ടു കഴിയുമ്പോൾ എന്താണ് ആ റോബോട്ട് ഇസ് ആക്ച്വലി റെപ്ലിക്കേറ്റിംഗ് ആൻ അൽഗോരിതം. അൽഗോരിതം വിൽ ഗെറ്റ് എ പെർസെപ്ഷൻ ലൈക്ക് കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, സൈസ് ലാർജ് ആണ്, ടൈപ്പ് ഫോർമൽ ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പെർസെപ്ഷൻ വെച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഈ ഒരു അൽഗോരിതം ഈ ഷർട്ടിനെ കാണുന്നത്. ഓക്കെ, സോ ഐ ആം ഗിവിംഗ് അനദർ കളർ ഷർട്ട്. ഓക്കെ, അനദർ റെഡ് കളർ ഷർട്ട്. സോ ഡെഫിനറ്റ്ലി അത് ഷർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, റോബോട്ട് എന്ത് പറയും, ഷർട്ട് അല്ല എന്ന് പറയാം അല്ലെ. കാരണം അയാളുടെ പെർസെപ്ഷൻ എന്തായിരുന്നു, ആ ഷർട്ട് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരിക്കണം, ലാർജ് ആയിരിക്കണം, ഫോർമൽ ആയിരിക്കണം. ഓക്കെ, പക്ഷെ അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ തന്നെ തെറ്റിപ്പോയി. എന്താണ്, ഗ്രീൻ കളർ അല്ല. അപ്പൊ ആ ഗ്രീൻ കളർ അല്ല എന്ന് കണ്ടപ്പോ തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അത് ഷർട്ട് അല്ല എന്ന് തീരുമാനിച്ച് നോ പറഞ്ഞു. അപ്പൊ എഗെയിൻ ഐ ആം സെയിങ് ദാറ്റ് അതും എന്താണ്, ഇതും ഷർട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ അനദർ എക്സ്പീരിയൻസ്. ഓക്കെ, അത് വരുമ്പോ ഇത് എൻറ്റയർ പെർസെപ്ഷൻ വിൽ ചേഞ്ച്. ഓക്കെ, എങ്ങനെയാ, ദ കളർ ക്യാൻ ബി ഐദർ ഗ്രീൻ ഓർ റെഡ്, സൈസ് ലാർജോ സ്മോളോ ആകാം, ടൈപ്പ് എന്ന് പറയുന്നത് ഫോർമലോ കാഷ്വലോ ആകാം എന്നുള്ള രീതിയിൽ മാറുന്നു. ഓക്കെ, സോ എഗെയിൻ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കളറിലെ ഒരു യെല്ലോ കളർ ഷർട്ട് കാണിക്കുന്നു. അത് കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ എഗെയിൻ അവൻ എന്ത് പറയും, ഈ പറയുന്ന പെർസെപ്ഷനിൽ കളറ് ഗ്രീനോ റെഡോ ആയിരിക്കണം, അത് അല്ല, അപ്പൊ തന്നെ തെറ്റി. ഓക്കെ, അപ്പൊ എഗെയിൻ അയാൾ എന്ത് പറയും, നോ എന്ന് പറയുന്നു. സോ ഇതും ഷർട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സോ എഗെയിൻ ദ പെർസെപ്ഷൻ വിൽ ചേഞ്ച്. ഇത് ദ കളർ ക്യാൻ ബി ഐദർ green, red or yellow, size can be large, small or medium, type can be formal or casual. Okay, അപ്പോൾ ഇതിൽ ഈ കളർ, സൈസ്, ടൈപ്പ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇയാൾ കൺസിഡർ ചെയ്യുന്ന ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അയാൾ കൺസിഡർ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കളർ, സൈസ് ആൻഡ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആസ് മെനി എക്സാമ്പിൾസ്, ഞാൻ എത്ര എക്സാമ്പിൾസ് കാണിക്കുന്നു, ഈ പറയുന്ന 3 ഫീച്ചേഴ്സ് പല വേരിയിങ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ഈ പറയുന്ന അൽഗോരിതം എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഷർട്ടാണ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഷർട്ട് അല്ല എന്നുള്ള ഒരു ബൗണ്ടറി അത് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും. ഓക്കെ, സോ ഞാൻ എത്ര എക്സാമ്പിൾസ് കൊടുക്കുന്നു അത്രയും എന്ത് ചെയ്തോണ്ടിരിക്കുക, ഈ പറയുന്ന റോബോട്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇത് ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് അതിന്റെ ലേണിംഗ് കംപ്ലീറ്റ് ആവും. ആ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതിന് പിന്നെ ഏത് ഷർട്ട് കാണിച്ചാലും അത് ഷർട്ടാണെന്ന് പറയാനും, ഷർട്ട് അല്ലാത്തൊരു ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷർട്ട് അല്ല എന്ന് പറയാനുമായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് തന്നെയാണ് ശരിക്കും നമ്മൾ മെഷീൻ ലേണിംഗിന്റെ ഉള്ളിലും നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യണം. ആ ടാസ്ക്, ഇവിടുത്തെ നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് എന്താ, ഐഡന്റിഫൈങ് എ ഷർട്ട്. ആ ഒരു അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ
കറക്റ്റ്നെസ് ഇൻ ഐഡന്റിഫൈങ് എ ഷർട്ട് ആണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസിലൂടെയാണ് ഇത് ലേൺ ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള എല്ലാ ഷർട്ടുകളും ആ എക്സ്പീരിയൻസുകളാണ്. ഓക്കെ, സോ ഇനി ആ ഡെഫിനേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അതായത് മെഷീൻ ലേണിംഗ് ഇസ് ദ സ്റ്റഡി ഓഫ് അൽഗോരിതംസ് to improve their performance for doing a particular task T with the experience E. Clear ആണോ ഇപ്പൊ? എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് വരാൻ സാധ്യത ഉണ്ടാവും ചിലപ്പോ. മിഷ ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് നമ്മളുടെ മെഷീൻ ലേണിംഗ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ ശരിക്കും പറഞ്ഞാൽ എന്താ, we know actually how to transform the input data to output data അല്ലെ. നമുക്ക് ആ ഇൻപുട്ടിൽ നിന്ന് എങ്ങനെ ഔട്ട്പുട്ടിൽ എത്തിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറയാ കാൽക്കുലേറ്റ് നെറ്റ് സാലറി ഓഫ് എ പർട്ടിക്കുലർ എംപ്ലോയി എന്ന് പറയുമ്പോൾ അയാളുടെ ബേസിക് സാലറി എത്രയാണെന്നും ഡിഡക്ഷൻസ് വരുന്നതും അതുപോലെ അലവൻസുകൾ വരുന്നതും എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ we can add up all the allowance, subtract all deductions, നമുക്ക് ഫൈനലി എന്ത് കിട്ടും, ഇയാളുടെ നെറ്റ് സാലറി നമുക്ക് കിട്ടും. ഓക്കെ, so we know the procedure to convert the input data to output data. അപ്പോൾ most of the cases we are able to write an algorithm or we are able to write a program that transform that input to output. After creating that program, we are feeding that program into a computer and we are giving the data. That program will execute and transform the data to output. ഇതാണ് usually നമ്മുടെ traditional programming നടക്കുന്നത്. Okay, but in the case of machine learning, the situation is like we have the input as well as the output. From a past experience, we have the input as well as the output, but we don't know how these inputs are transforming to this output. ഓക്കെ, എങ്ങനെയാണ് ഈ ഇൻപുട്സിനെ നമുക്ക് ഈ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു സ്റ്റെപ്സ് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ലാൻഡ് ഫോണിലേക്ക് ഒരാൾ വിളിക്കുക, ലാൻഡ് ഫോണിലേക്ക് സ്ഥിരമായിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1, 2, 3 ആൾക്കാർ വിളിച്ചോട്ടെ, വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ വിളിച്ചു ആ എടുത്ത് ഹലോ വെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പുറത്തെ സൈഡിൽ ആരാന്നുള്ളത് അല്ലെ. അപ്പൊ അവിടുത്തെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, ദ വോയിസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾ ആ ഫോണിൽ കൂടെ കേൾക്കുന്ന വോയിസ്. ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് റെക്കഗ്നൈസ് ഹൂ ഈസ് അറ്റ് ദ അതർ എൻഡ്. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ടും അറിയാം ഔട്ട്പുട്ടും അറിയാം. കാര്യം നമ്മൾ ഇത്രയും നാള് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത് മനസ്സിലാകുന്നത്, വിളിക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുമ്പോൾ അതൊരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്യാൻ വി എക്സ്പ്ലെയിൻ? നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചു. നമ്മളുടെ ബ്രെയിനിൽ എന്തൊക്കെയോ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് ഇഫ് ഐ എം ആസ്കിങ് ടു റൈറ്റ് ആൻ അൽഗോരിതം, നിങ്ങൾ ആ ബ്രെയിനിൽ ചെയ്യുന്ന പ്രോസസ്സിനെ ഒരു അൽഗോരിതം പോലെ എഴുതി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയാണ് ശരിക്കും നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ ഒരു യൂസ്ഫുൾനെസ് വരുന്നത്. ഓക്കെ, അവിടെയും നമുക്ക് എന്താ, നമ്മളുടെ കയ്യിൽ ഓഡിയോ ഉണ്ട്, അത് ആരുടെ ആണെന്നുള്ളതും ഉണ്ട്. അപ്പൊ ആ ഓഡിയോ എന്നുള്ളതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, ആരുടെ ആണെന്നുള്ള ഒരു ലേബലാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഹൗ ടു കണക്ട് ദിസ് ഓഡിയോ ടു എ പർട്ടിക്കുലർ പേഴ്സൺ, അതിന് നമുക്ക് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ലേണിംഗ് ചെയ്ത്, അതായത് ഒരു പർട്ടിക്കുലർ ആളുടെ കുറെ ഓഡിയോ ക്ലിപ്സ് നമ്മുടെ കയ്യിലുണ്ട്, അടുത്ത ആളുടെയും കുറെ ഓഡിയോ ക്ലിപ്സ് ഉണ്ട്, അതിന്റെ അടുത്ത ആളുടെയും കുറെ ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. ഈ ആദ്യത്തെ സെറ്റ് ഓഫ് ഓഡിയോ ക്ലിപ്സ് കൊടുത്തിട്ട് പറയുന്നത് ഇത് എക്സിന്റെ ആണ്, രണ്ടാമത്തെ സെറ്റ് ഓഫ് ഓഡിയോ ക്ലിപ്സ് കൊടുത്തിട്ട് പറയുന്നത് ഇത് വൈയുടെ ആണ്, മൂന്നാമത്തെ സെറ്റ് ഓഫ് ഓഡിയോ ക്ലിപ്സ് കൊടുത്തിട്ട് ഇത് ഇസഡിന്റെ ആണ് എന്ന് നമ്മൾ പറയുക.
ഇത് ഇത്രയും പറഞ്ഞു കൊടുത്താൽ ഈ ഇത്രയും ഡേറ്റ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ the algorithm is able to recognize a given sound clip is actually the sound clip of a particular person. ഒരു പേഴ്സന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കേപ്പബിൾ ആവും. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലായോ? എന്താണ് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് we know actually the logic to transform an input to output. മെഷീൻ ലേണിംഗിലാകുമ്പോൾ നമുക്ക് ആ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ഉണ്ട്, ലോജിക് എന്താണെന്ന് നമുക്ക് അറിയില്ല. വി ആർ ട്രൈങ് ടു ജനറേറ്റ് ദാറ്റ് ലോജിക്. ആ ലോജിക് ജനറേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഡേറ്റയും ഔട്ട്പുട്ടും കൊടുക്കുന്നു. And the result is actually the logic or the program to convert this data to output that can be used for the future needs. So, okay ആണോ? അതെ അതെ. എന്റെ ഏതെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതെ പോവുകയോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ അങ്ങനെ വല്ല ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? ഓക്കെ, ഞാൻ കുറച്ച് എവിടെയൊക്കെ നമുക്ക് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി, മെഷീൻ ലേണിംഗ് ഈസ് നോട്ട് ഓൾവേസ് യൂസ്ഫുൾ. എപ്പോഴും നമുക്ക് മെഷീൻ ലേണിംഗ് യൂസ്ഫുൾ ആകും എന്നുള്ളൊരു ധാരണ വേണ്ട. സത്യത്തിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. There is no need to calculate the payroll. No need to learn to calculate a payroll. നമ്മളൊരു payroll കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് അൽഗോരിതം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. വി നോ ഹൗ ടു ട്രാൻസ്ഫോം ദിസ് വാല്യൂസ് ടു ഗെറ്റ് ദ നെറ്റ് സാലറി. അത് നമുക്ക് അറിയാം കൃത്യമായിട്ട്. സോ നമുക്ക് അവിടെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. Okay, and basically നമ്മൾ ടൈപ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്. അതിനകത്ത് യൂഷ്വലി ഉള്ള 3 ടൈപ്പ് ലേണിംഗ് ആണ്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ പ്രോസസ് അല്ലെങ്കിൽ ചെയ്യുന്ന ലേണിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാല് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് നമ്മൾ പറയും. സൂപ്പർവൈസ് ലേണിംഗ്. ആ സൂപ്പർവൈസ് ലേണിംഗിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വി ഹാവ് ഇതാണ് സൂപ്പർവൈസ് ലേണിംഗിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലേബിൾഡ് ഡേറ്റ. ലേബിൾ ഡേറ്റ ആയിരിക്കും സൂപ്പർവൈസ് ലേണിംഗിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഒരു സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് ക്ലിപ്പാണ് ഈ എക്സ് വാല്യൂസ്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഇൻപുട്ട് ഇൻസ്റ്റൻസുകളാണ്. ഓക്കെ, ഈ വൈ ലേബൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ വൈ വൺ എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ ഇൻപുട്ട് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട്. So in supervised learning, we are actually trying to construct a predicate X that maps X to Y. X ൽ നിന്നും Y യിലേക്ക് മാപ്പ് ചെയ്യാനുള്ള ഒരു പ്രെഡിക്കേറ്റർ, ഒരു എഫിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, in such a way that to minimize the error between Y cap and Y. അതായത് ഈ എക്സ് എഫിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് ഈ എക്സ് എഫിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് കിട്ടുന്ന റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത് വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ വൈ ക്യാപ്പും വൈയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ആക്ച്വൽ വൈ വാല്യൂവും പ്രെഡിക്റ്റ് ചെയ്യുന്ന വൈ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം എത്രയായിരിക്കും? മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കണം? കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ വി ഹാവ് ടു മിനിമൈസ് ദ എറർ ബിറ്റ്വീൻ വൈ ക്യാപ്പ് ആൻഡ് വൈ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയാ, ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം. സോ അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? യൂസിങ് ദിസ് പ്രെഡിക്കേറ്റർ ടു പ്രെഡിക്ട് വൈ ക്യാപ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് ക്യാപ്. ഒരു അൺനോൺ ഇൻപുട്ട് ആയിട്ടുള്ള എക്സ് ക്യാപ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ആയിട്ടുള്ള എക്സ് ക്യാപ് കൊടുത്താൽ ഈ പ്രെഡിക്കേറ്ററിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണ് കണ്ടുപിടിച്ച് തരാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇറ്റ് വിൽ ആക്ച്വലി
യൂസ്ഡ് ആസ് എ പ്രഡിക്ഷൻ മോഡൽ. ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് നോൺ വാല്യൂസ് അറിയാം, നോൺ എക്സ് വാല്യൂസും നോൺ വൈ വാല്യൂസും അറിയാം, അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് അറിയാം, അല്ലെങ്കിൽ ടാർഗറ്റ് ഫീച്ചേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാർഗറ്റ് ലേബിൾസും നമുക്ക് അറിയാം. ഇത് കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിച്ചതിന് ശേഷം പുതിയൊരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് കൊടുത്താൽ, അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റ ഒബ്ജക്റ്റിന്റെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ ഒബ്ജക്ട്സ് ഈ പറയുന്ന എന്ത് ഔട്ട്പുട്ടിലേക്കായിരിക്കും മാപ്പ് ചെയ്യപ്പെടുക എന്ന് പ്രിഡിക്റ്റ് ചെയ്ത് തരുന്ന പ്രോസസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പൊ അതിനകത്ത് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദ ഇൻപുട്ട് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട് ആൻഡ് വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂസിങ് എ പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ള മെഷീൻ ലേണിംഗ് പ്രോസസ്സുകളാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഷൈല, ഒരു ക്വസ്റ്റ്യൻ. ഈ സൂപ്പർവൈസ് എന്ന് വിളിക്കുന്നത് എന്തിനാ? നമ്മൾ ഇത് രണ്ടും കൊടുക്കുന്നത് കൊണ്ടാണ്. അതായത് വി ഹാവ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആക്ച്വലി നമ്മൾ ഈ എക്സിനെ എങ്ങനെയാണ് വൈയിലേക്ക് മാപ്പ് ചെയ്യാന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോ ശരിക്കും നമ്മൾ സൂപ്പർവൈസ് ചെയ്യാണ്. ശരിക്കും എക്സ് കൃത്യമായിട്ട് വൈ ആണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ലേബലിനെ ബേസ് ചെയ്തിട്ടാണ് ലേബൽ ഈസ് ആക്ച്വലി ട്രൈങ് ഗിവിംഗ് ടു സൂപ്പർവൈസ് ഇറ്റ്. ഈ ലേബലിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡിസിഷൻ ബൗണ്ടറീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില് ഈ ഫീച്ചേഴ്സിനെ ലേബലിനെ നമ്മൾ മാപ്പ് ചെയ്യണം അല്ലേ? നമ്മൾ തന്നെ മാപ്പ് ചെയ്യണം. നമ്മൾ തന്നെ ലേബലിന്റെ ഡാറ്റ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇപ്പൊ കുറെ പട്ടിയുടെ ഇമേജ് എടുത്തിട്ട് അത് പട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കണം, കുറെ പൂച്ചയുടെ ഇമേജ് എടുത്തിട്ട് അത് പൂച്ചയാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആ മെഷീൻ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ വൈ എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇത് അൽഗോരിതം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പർട്ടിക്കുലർ പ്രഡിക്ഷൻ ഉണ്ടാക്കിയതിനു ശേഷം ആ പ്രഡിക്ഷനെ ചെക്ക് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ പ്രഡിക്ഷൻ മോഡല് കൃത്യമായിട്ട് ഇത് തരുന്നുണ്ടോ. അപ്പൊ ഇതിനകത്ത് എറർ വരാൻ കുറെ ചാൻസ് ഇല്ല. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഫീച്ചർ ടു ലേബൽ മാപ്പിംഗ് ഹ്യൂമൻസ് അല്ലേ ചെയ്യും. അതെ, അപ്പം എറർ പ്രോൺ ആയിരിക്കത്തില്ല ഈ ഒരു സ്റ്റെപ്പ്. അതിന്റെ കറക്റ്റ്നെസ് പോലെ ഇരിക്കും നമ്മളുടെ പ്രഡിക്ഷൻ മോഡലിന്റെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. മനസ്സിലായി. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു 2 ബേസിക് പ്രോസസ് മെഷീൻ ലേണിംഗ് പ്രോസസ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനും റിഗ്രഷൻ എന്ന് പറയും. ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. ഓക്കെ, അപ്പൊ അതിൽ ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ടിനെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് മാപ്പ് ചെയ്യാം. അതായത് ഫിക്സഡ് സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂസിലേക്കായിരിക്കും നമ്മൾ മാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബൈനറി ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറയും. അതായത് ഒരു ഇൻപുട്ടിനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്, 2 ഡിഫറെന്റ് ക്ലാസ്സിലേക്ക് മാത്രം മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബൈനറി ക്ലാസിഫിക്കേഷൻ പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇമേജ് കൊടുത്തിട്ട് അത് ഡോഗ് ആണ് ക്യാറ്റ് ആണ് എന്ന് പറയും. ഡോഗ് ആണ് ക്യാറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു സ്കാൻ ഇമേജ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്യാൻസറസ് ആണോ ക്യാൻസറസ് അല്ലേ. ഓക്കെ, ഇപ്പോ ഒരു ടെക്സ്റ്റുവൽ ഡാറ്റ കൊടുത്തിട്ട് ഞാൻ പറയുന്നു ഇതിനകത്തുള്ള ഇമോഷൻ ഗുഡ് ആണോ ബാഡ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻ ആണോ നെഗറ്റീവ് ഇമോഷൻ ആണോ. ഓക്കെ, അപ്പൊ എസ് ഓർ നോ അല്ലെങ്കിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് 2 ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ലേ. അതുപോലെ ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്നത് 2 ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ലേ. അങ്ങനെ ഫിക്സഡ് സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് മാത്രം ഇൻപുട്ടിനെ മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ അതിന് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ, ബൈനറി ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ടാസ്കുകളിനകത്തും മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ കാണാറുണ്ട്. ഇപ്പൊ ഒരു ഫേസ് റെക്കഗ്നേഷൻ എങ്ങനത്തെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു ഇമേജ് കൊടുക്കുമ്പോൾ ആ ഇമേജ് ഏത് മനുഷ്യന്റെ ആണ് അല്ലെങ്കിൽ ഏത് പേഴ്സന്റെ ആണ് എന്ന് മാപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ഇമോഷൻ ഡിറ്റക്ഷന്റെ കേസിൽ തന്നെ ന്യൂട്രൽ ആണോ, ഗുഡ് ആണോ, ബാഡ് ആണോ അങ്ങനെ കൊടുക്കുക. അപ്പൊ രണ്ടിൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് മാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മൾട്ടി ക്ലാസ് എന്ന് പറയാം. രണ്ടും ബോത്ത് ആർ ദ സെയിം കൺസെപ്റ്റ്. ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു റിയൽ വാല്യൂയിലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ല, ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിയൽ വാല്യൂയിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിഗ്രഷൻ എന്ന് പറയാം. പെട്ടെന്ന് അത് ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാച്ച് നടക്കുക. ഓക്കെ. ആ മാച്ച് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടീമിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കും. അതിനകത്ത് എത്ര ആൾക്കാരുണ്ട്, സെഞ്ചുറി അടിച്ച് ഇത്ര ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് കൊടുത്തിട്ട് ആ കളി അവർ ജയിക്കുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ. ആ കളിയിൽ എത്ര റൺ അടിക്കും എന്ന മാപ്പ് ചെയ്യുന്ന പ്രോസസ്സ് റിഗ്രഷനാണ്. ക്ലിയർ ആയോ? അവിടെ എത്ര റണ്ണ് കിട്ടും എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഏത് വാല്യൂവിലേക്ക് വേണമെങ്കിലും നമുക്ക് മാപ്പ് ചെയ്യാമല്ലോ. പക്ഷെ മറ്റേതിനകത്ത് എന്താ, ജയിക്കുവോ ഇല്ലയോ എന്നുള്ളതിനകത്ത് എന്താ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ജയിക്കുവോ ഇല്ലയോ രണ്ട് വാല്യൂസ് അല്ലേ ഉള്ളൂ, ഐദർ എസ് ഓർ നോ. ക്ലിയർ ആയോ? അത് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും തമ്മിൽ ഒന്ന് കുറച്ച് നിങ്ങൾ തന്നെ ഒന്ന് റിയൽ ലൈഫിൽ ഒന്ന് ആലോചിച്ചിട്ട് ക്ലാസിഫിക്കേഷന്റെ കുറച്ച് എക്സാമ്പിൾസും ഒന്ന് റിഗ്രഷന്റെ കുറച്ച് എക്സാമ്പിൾസും ഒന്ന് പറയാമോ? ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിരുത്തി പോവാം തെറ്റ് പറയുന്നത് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ. കോവിഡ് ടെസ്റ്റ് ഒക്കെ ക്ലാസിഫിക്കേഷൻ അല്ലേ? കോവിഡ് ടെസ്റ്റ് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അത് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു 10 വർഷം ശേഷം എത്ര കോവിഡ് കേസസ് കാണും എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? 10 ദിവസത്തിന് ശേഷം എത്ര കോവിഡ് പോസിറ്റീവ് കേസസ് കാണും, അത് റിഗ്രഷൻ ആണ്. ഓക്കെ. വേറെ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ അങ്ങനെയൊക്കെ വരുന്നത്. എംപ്ലോയീസിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവരുടെ ഒരു 2 വർഷം കൂടുമ്പോ അവരുടെ സാലറി എന്തായിരിക്കും, അതെന്തായിരിക്കും റിഗ്രഷൻ. ഓക്കെ. പ്രഡിക്ഷൻ ചെയ്യുന്നതൊക്കെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുന്നൊക്കെ റിഗ്രഷനിൽ വരുമോ? അല്ല, ക്ലാസിഫിക്കേഷനും ഒരു കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ തന്നെയാണ്. അതൊരു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് ആകുമ്പോൾ അത് ക്ലാസിഫിക്കേഷനും കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ വാല്യൂസിലേക്ക് ആകുമ്പോൾ റിഗ്രഷൻ ആകുന്നതേ ഉള്ളൂ. രണ്ടും പ്രഡിക്ഷൻ തന്നെയാണ്. ഇപ്പൊ ജയിക്കുവോ ഇല്ലയോ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആണല്ലോ. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അല്ല, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? റിഗ്രഷനോ ക്ലാസിഫിക്കേഷനോ? എല്ലാരും ഒന്ന് ആലോചിച്ച് വെച്ചു നമുക്കൊരു. ഈ മെഡിക്കൽ ഇതിലൊക്കെ ക്യാൻസർ ഉണ്ടോ അങ്ങനെയൊക്കെ, ഇത് ഡിസീസ് ഒക്കെ ക്ലാസിഫിക്കേഷനിലല്ലേ വരുന്നത്? അതെ അതെ അതെ, ക്ലാസിഫിക്കേഷൻ. പറഞ്ഞോ, കിട്ടുന്നുണ്ടോ? വേറെ ആരെങ്കിലും? ജസ്റ്റിനെ
വെതർ പ്രൊഡിക്ഷൻ, എന്താണ് വെതർ കാലാവസ്ഥ. ആ കാലാവസ്ഥ അല്ല, ഒന്ന് ഇത്തിരി കൂടെ സ്പെസിഫിക് ആക്കാമോ? ഓക്കെ, മഴ പെയ്യുമോ ഇല്ലേ എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ, പിന്നെ മഴ എത്രത്തോളം പെയ്യുമോ? മഴ ലഭിക്കും എന്നുള്ളത്, ഓക്കെ ഫൈൻ, എക്സാക്ട്. മഴ എത്രത്തോളം മഴ പെയ്യുമോ ഇല്ലയോ പെയ്യുന്നുള്ളത് എന്നുള്ളത് prediction. ക്ലാസിഫിക്കേഷൻ, എത്രത്തോളം മഴ കിട്ടും എന്നുള്ളതിന്റെ റേറ്റ് റിഗ്രഷൻ ആണ്. ഓക്കെ ഫൈൻ. വേറെ ആർക്കെങ്കിലും? വീരാവശ്യ കൽപ്പന മിസ്സോ മിസ്സിന് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ബിസിനസ്സിൽ പ്രോഫിറ്റ് ആ അത് ക്ലാസിഫിക്കേഷനിൽ വരുമല്ലോ. അല്ല, ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാമോ? കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്യുമോ? അത് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചത് പ്രോഫിറ്റ് എത്ര ഉണ്ടാകും എന്ന് പ്രഡിക്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. പ്രോഫിറ്റ് എത്ര ഉണ്ടാകും എന്ന് പ്രഡിക്ട് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആയിരിക്കും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ക്ലാസിഫിക്കേഷനിൽ വരും. 6 months കഴിച്ച് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് റിഗ്രഷനിലായിരിക്കും. റിഗ്രഷനിൽ വരും. അതെ, എക്സാക്ട്. ചേച്ചി എന്തെങ്കിലും ഇൻപുട്സ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കമ്പനിയിലെ സ്കിൽസ്, ഒരു പെർട്ടിക്കുലർ സ്കിൽ എടുത്തിട്ട് അതുണ്ടോ ഇല്ലയോ നോക്കുന്നത് ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഈ ഒരു സ്കില്ല് അതായത് ഒരു ആഫ്റ്റർ 6 months നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നു. സോ ആഫ്റ്റർ സ്കിൽ മന്ത്സ്, ഐ മീൻ 6 months ഈ സ്കില്ലിൽ എത്ര പേരുണ്ടാവാം, ലൈക്ക് അങ്ങനെ ഒരു, അതായത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഹയറിങ്ങോ ഒക്കെ നടത്തുന്നു. സോ വിത്ത് ദോസ് ഡേറ്റ അത് പ്രഡിക്ട് ചെയ്യുന്നത് റിഗ്രഷൻ. അപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ അല്ലെ? സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. നമുക്ക് ഈ റിഗ്രഷനകത്ത് നമുക്ക് ക്ലാസിഫിക്കേഷൻ പറ്റുമോ? അല്ല, രണ്ട് പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ റിഗ്രഷനിൽ നമുക്കുള്ള റിയൽ ലൈഫ് വാല്യൂസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലസ്റ്റർ ആയിട്ട് മാറ്റാനേ പറ്റുള്ളൂ, അങ്ങനെയാണ്? അല്ല, അത് കൺഫ്യൂഷൻ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഇൻപുട്സിനെ ഒരു റിയൽ വാല്യൂവിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യാണ്. റിയൽ വാല്യൂ ക്യാൻ ബി എനിത്തിങ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ 20 ഡിഗ്രി താഴെ 20 ഡിഗ്രി മുകളിലെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. എക്സാക്ട് വാല്യൂ ആയിരിക്കും. എക്സാക്ട് വാല്യൂ ആയിരിക്കും. എന്ത് വാല്യൂ വേണമെങ്കിലും പറയാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും പറയാം. ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ, ഡെയിലി ടെമ്പറേച്ചർ എടുത്തിട്ട് നമ്മളിപ്പോ വെതർ ഫോർകാസ്റ്റ് ചെയ്യത്തില്ലേ? അപ്പൊ വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു കുറെ കളക്ഷൻ ഓഫ് ഡേറ്റ വേണം. അപ്പൊ ആ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് നമ്മളൊരു ഡേറ്റ അനലൈസ് ചെയ്തെടുക്കുമ്പോ അത് ശരിക്കും ക്ലാസിഫിക്കേഷൻ അല്ലല്ലോ, അത് ക്ലസ്റ്ററിങ്. നമ്മള് വെതർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കുറെ കളക്ഷൻ ഓഫ് ഡേറ്റ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു മോഡല് വെച്ചിട്ട് ഇപ്പൊ ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ വെതർ പ്രെഡിക്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഇതുവരെ ഇപ്പൊ ഒരു 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് അപ്പ അനലൈസ് ചെയ്തിട്ട് നാളത്തെ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു 10 വർഷത്തെ ഡാറ്റ എടുത്ത് ട്രെയിൻ ചെയ്തൊരു മോഡൽ വെച്ചിട്ടുണ്ടാവും. ആ മോഡലിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്നലത്തെ വെതർ കൊടുക്കുന്നു. ഇന്നലത്തെ ടെമ്പറേച്ചർ ഇത്രയാണ്, ഹ്യൂമിഡിറ്റി ഇത്രയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ നാളത്തെ വെതർ എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പൊ ആ വെതർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ റെയിനി ആയിരിക്കോ, സണ്ണി ആയിരിക്കോ, ക്ലൗഡി ആയിരിക്കോ എന്ന് മാത്രം പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി വെതർ പ്രെഡിക്റ്റ് ചെയ്തു നാളെ റെയിനി ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ആ റെയിനിന്റെ അളവ് എത്ര ഉണ്ടാവുന്ന, റെയിൻഫോളിന്റെ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ റിഗ്രഷൻ ആണ്. ഈ വെതർ ഫോർകാസ്റ്റിംഗിനൊക്കെ അവര് ഈ മെഷീൻ ലേണിംഗ് ആണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? അല്ല, അവര് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് കുറെ ഉണ്ടായിരുന്നു പണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ട് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും. നമ്മുടെ ഇവിടെ കുസാറ്റിൽ തന്നെയൊക്കെ ആണെങ്കിലും കുറെ ഈ അറ്റ്മോസ്ഫിയറിക് സയൻസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് കുറെ മെഷീൻ ലേണിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ എല്ലാം ഫുൾ തെറ്റായിട്ടാണല്ലോ വരുന്നത് അവരുടെ പ്രഡിക്ഷൻസ് ഒക്കെ. മഴ പെയ്യുന്ന പറഞ്ഞാൽ മഴയുണ്ടാവും. അത് നമുക്കറിയില്ല. പക്ഷെ അത് കറക്റ്റ് ആണ്. ഇന്നലെ രാത്രി മഴ പെയ്യുമെന്ന് പറഞ്ഞു, ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഇവിടെ പക്ഷെ നല്ല മഴയായിരുന്നു ആലപ്പുഴ. ഇവിടെ രാത്രി പെയ്തില്ല, പകല് നല്ല മഴയായിരുന്നു. നമുക്ക് ഇവിടെ നല്ല മഴയല്ലായിരുന്നു. ഇവിടെ മഴയുണ്ടായിരുന്നു. ഇവിടെ കട്ട മഴയായിരുന്നു, ഹെവി മഴയായിരുന്നു. ചാൻസസ് അല്ലേ നമ്മൾ മെഷീൻ ലേണിങ്ങിനൊക്കെ ഒരു 70% അക്യുറസി ആണ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല. ഡിസ്ക്ലൈമർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ബേസിക്കലി സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് പ്രോമിനന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് മെഷീൻ ലേണിംഗ് പ്രോസസ്. ഓക്കെ, ഐ തിങ്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണോ ഉപയോഗിക്കേണ്ടത്, റിഗ്രഷൻ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാർ ഇതിനകത്ത് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുന്തോറും ഏത് ലേണിംഗ് മെത്തേഡ് യൂസ് ചെയ്യണം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പം നമ്മളുടെ നീഡിനനുസരിച്ചാണ്, നമ്മളുടെ ടാർഗറ്റ് ഔട്ട്പുട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മെഷീൻ ലേണിംഗ് പ്രോസസ്സ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സിനനുസരിച്ച് ഇപ്പൊ ക്ലാസിഫിക്കേഷനിൽ തന്നെ കുറെ മെത്തേഡുകൾ ഉണ്ട്. ആ മെത്തേഡുകളിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. അത് നമ്മൾ അടുത്ത സെഷനിൽ വരും. ഓക്കെ ഓക്കെ, ഒരൊറ്റ ഡൗട്ടും കൂടി. നമ്മൾ ഈ ഫീച്ചർ സെലക്ട് ചെയ്യുമ്പം പ്രോമിനന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ടും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ അസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ചുകൂടെ ഫീച്ചേഴ്സും കൂടെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം വേറൊരു ഡിഫറെന്റ് ഔട്ട്പുട്ടും ആണ് കിട്ടുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആക്യുറസിയിൽ ഒരു ഡിഫറൻസ് വരൂലേ? വരും, ഉറപ്പായിട്ടും വരും. ആ ഒരു പോർഷൻ നമ്മൾ അടുത്തതിനകത്ത് ഫീച്ചർ എഞ്ചിനീയറിംഗ് തന്നെയാണ് അടുത്ത സെഷൻ. അതിനകത്ത് നമ്മൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്ങനെ സെലക്ഷൻ നടത്തണം, ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ ചെയ്യേണ്ടത്. അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ സൂപ്പർവൈസ് ലേണിംഗ്, അതായത് ഈ സൂപ്പർവൈസ് ലേണിംഗ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ക്ലാസിഫയറിനോ അല്ലെങ്കിൽ ഒരു റിഗ്രഷനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ ഒരു എക്സാമ്പിൾ കാണിച്ചായിരുന്നു, മറ്റേ മാർസിൽ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആ യൂസ് കേസിലൊക്കെ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അല്ല, അവിടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് മാർസിൽ വരുന്ന എക്സ്പ്ലോറേഷൻ ഇപ്പൊ പർട്ടിക്കുലർലി നമ്മൾ ഹ്യൂമൻ എങ്ങനെയാണോ ഒരു കാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ ആ അൽഗോരിതത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റുമല്ലോ. അതായത് ഹ്യൂമൻ അതിന് എക്സ്പീരിയൻസ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഏരിയ ആണ്, പുതിയൊരു ഏരിയ ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മാപ്പിംഗ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ ലേബലിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മെഷീൻ ലേണിംഗിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ വി നീഡ് ദാറ്റ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന AI പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ടുള്ള മെത്തേഡുകൾ ഉണ്ട് നമ്മുടെ AIയിൽ തന്നെ. ഇത് ഈ മെഷീൻ ലേണിംഗ് കൂടെ അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു വരും. അത് ഞാൻ അടുത്ത് പറയാം, ഇത് കഴിഞ്ഞിട്ട് വരും. അപ്പം അടുത്ത് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആ പോണേ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒരു ചെറിയ തെറ്റുണ്ട്. ഇത് ലേബിൾഡ് അല്ല, അൺലേബിൾഡ് ആണ് കേട്ടോ. അൺലേബിൾഡ് ഡാറ്റ എന്നാണേ. അപ്പോ അതായത് നമുക്ക് ആ ലേബൽസ് ഉണ്ടാവില്ല. ആ Y എന്ന് പറയുന്ന ആ ലേബൽസ് ഉണ്ടല്ലോ, നേരത്തെ നമുക്ക് XY ഉണ്ടായിരുന്നില്ലേ, ഇവിടെ നമുക്ക് ആ Y എന്ന് പറയുന്ന ലേബൽ ഇല്ല. ഓക്കെ, ആ Y എന്ന് പറയുന്ന ലേബൽ ഇല്ലാത്തടത്തോളം നമുക്ക് എക്സിനെ ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഓക്കെ ഈ ഇൻപുട്സ് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്യാനാണ് നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? What is the relationship between the input data? ഈ ഡിഫറെന്റ് ഇൻപുട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് അനലൈസ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ടഫ് അല്ലേ മറ്റേതിനെക്കാളും? അത് നമ്മളുടെ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കുന്നു സർ.
അത് നമ്മളിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. ബേസിക്കലി നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്ലസ്റ്ററിങ്ങും ഐറ്റം സെറ്റ് ആൻഡ് റൂൾ മൈനിങ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഗ്രൂപ്പിംഗ് ഓഫ് ഡിഫറെന്റ് ഡാറ്റ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലസ്റ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള കുറെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഗ്രൂപ്പുകളാക്കുക, അല്ലെങ്കിൽ കുറെ സിമിലർ ഫീച്ചേഴ്സ് ഉള്ള ഒബ്ജക്ട്സുകളെ ഗ്രൂപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ക്ലസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോവിഡിന്റെ കേസിൽ തന്നെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഒരു സെറ്റ് ഓഫ് ആളുകൾക്കെല്ലാം, അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്കെല്ലാം കോവിഡ് വരും, അല്ലെങ്കിൽ കോവിഡ് ഉണ്ട് എന്ന് കാണുമ്പോഴാണ് നമ്മൾ അതിനൊരു ക്ലസ്റ്റർ ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുമല്ലേ, ഫ്രീക്വന്റ് വളരെയധികം കോവിഡ് ഉണ്ടാവുന്ന ഒരു ഏരിയയും കോവിഡ് ഉണ്ടാവാത്ത ഒരു ഏരിയയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഒരു ക്ലാസ് എടുത്താൽ തന്നെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലസ്റ്റർ, പഠിക്കാത്ത കുട്ടികളുടെ ഒരു ക്ലസ്റ്റർ, അല്ല ഒന്നിൽ കൂടുതൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലസ്റ്റർ, ആവറേജ് ആയിട്ട് പഠിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പഠിക്കാത്ത സ്റ്റുഡൻസ്, അങ്ങനെ 3 ക്ലസ്റ്റേഴ്സ്. ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും ഇൻട്രസ്റ്റ്, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ചിലപ്പോൾ ആർട്സിൽ വരുന്നവരായിരിക്കും, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനകത്ത് ചിലപ്പോൾ ഇതിലൊന്നിനും താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ഫീച്ചേഴ്സിനനുസരിച്ച് അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല ഗ്രൂപ്പുകളാക്കി ഇതിനെ മാറ്റുന്നു. ആ ഗ്രൂപ്പുകളാക്കി മാറ്റി കഴിയുമ്പോൾ ഈ പറയുന്ന എല്ലാ ഡാറ്റ ഒബ്സർവേഷൻസും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് പർച്ചേസ് ഹിസ്റ്ററി ഉണ്ട്. പർച്ചേസ് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഐറ്റംസ് വാങ്ങിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെയർലി വരുന്ന കസ്റ്റമേഴ്സ്, ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, അങ്ങനെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസിഫൈ അല്ല, ക്ലസ്റ്റർ 2 ഗ്രൂപ്പുകളാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു നല്ല എന്ത് കൊടുക്കാം, കുറെ ഓഫേഴ്സ് കൊടുക്കാം. റെയർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഓഫേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ക്രെഡിറ്റ് കാർഡ് പ്രോപ്പർലി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ ഒബ്ജക്ട്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ ഒരു പറഞ്ഞ കാര്യം? അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഫ്രോഡ് ഡിറ്റക്ഷൻ ആക്ച്വലി അൺസൂപ്പർവൈസ്ഡ് അല്ലേ? ഇപ്പൊ ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അയാൾ ഫ്രോഡ് ആയിരിക്കും അല്ലയോ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. പക്ഷെ നമുക്ക് ആദ്യം കിട്ടുമ്പോഴത്തേക്ക് ഫ്രോഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. കുറെ ആൾക്കാരുടെ പർച്ചേസ് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രോഡ് ആണോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ 2 ഡിസ്റ്റിങ് ഗ്രൂപ്പുകളാക്കി മാറ്റാം, ആദ്യം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഒരേപോലെ ഒരേ സ്വഭാവം ഒരേ രീതിയിൽ ഇപ്പൊ കൃത്യമായിട്ട് റീപേയ്മെന്റ് ചെയ്യുന്നതും കൃത്യമായിട്ട് എന്താ പർച്ചേസസ് നടത്തുന്നതൊക്കെ ആൾക്കാരുടെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് വരും. റെയർലി പർച്ചേസ് നടത്തിട്ട് റീപേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരുടെ വേറൊരു ഗ്രൂപ്പ് ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ ഒബിയസ്ലി ആ സെക്കൻഡ് വൺ എന്തായിരിക്കും, ഫ്രോഡ്സ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഒബിയസ്ലി എന്തായിരിക്കും, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ 2 ഗ്രൂപ്പാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് പറയാം. ദെൻ അതിനുശേഷം അപ്പൊ ആ ഫസ്റ്റ് വണ്ണിലുള്ള ആൾക്കാരെല്ലാം ജെന്യൂൻ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സെക്കൻഡ് വണ്ണിലുള്ള എല്ലാം ഫ്രോഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അത് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ മോഡൽ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ലേബൽഡ് ആയി ശരിക്കും. ലേബലിംഗ് നടന്നു, പിന്നെ സൂപ്പർവൈസിലേക്ക് പോവാം. സൂപ്പർവൈസിലോട്ട് പോയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ മോഡൽ ഉണ്ടാക്കിയെടുക്കാം. നീ നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻ ഇതാണ്. ലേബിൾഡ് ഡാറ്റ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം ഈ ക്ലസ്റ്ററിംഗ് അപ്ലൈ ചെയ്ത് അതിനെ ലേബിൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർവൈസിലോട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അത് ഒരു പർട്ടിക്കുലർ യൂസ് ആണ് ക്ലസ്റ്ററിങ്ങിന്റെ. ആസ് സച്ച് ചിലപ്പോൾ ഈ ക്ലസ്റ്ററിങ് മാത്രം ചെയ്യുമ്പോൾ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മള് ഇത് ചെയ്യത്തില്ലേ, സെർച്ച് ചെയ്യത്തില്ലേ, സെർച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം പോയി ഓരോന്നായിട്ട് സെർച്ച് ചെയ്യാന്ന് പറയുന്നത് പാടല്ലേ. അപ്പൊ നമ്മൾ സാധാരണ ക്ലസ്റ്ററിങ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എൻറ്റയർ ഡേറ്റയെ അതിന്റെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റിയുടെ ബേസിൽ പല പല ക്ലസ്റ്റേഴ്സ് ആക്കി വെക്കും. ആ ക്ലസ്റ്റേഴ്സ് ആക്കി വെച്ചതിന് ശേഷം പുതുതായിട്ട് വരുന്നൊരു സെർച്ച് ക്വറി ഉണ്ടല്ലോ, ആ ക്വറി ഈ ക്ലസ്റ്റേഴ്സിൽ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ മാച്ചിങ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ക്ലസ്റ്ററിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായി. ഒരു ഇൻഡെക്സിംഗ് പോലെ. ഇൻഡെക്സിംഗ് പോലെ. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ക്ലസ്റ്ററിങ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോ പിന്നെ അടുത്തൊരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രാക്ടീസ് ആണ് ഈ റൂൾ മൈനിങ് എന്ന് പറയും. റൂൾ മൈനിങ്, അതിനകത്ത് പലതരത്തിലുള്ള റൂൾ മൈനിങ് ഉണ്ട്. അസോസിയേഷൻ റൂൾ മൈനിങ്, യൂട്ടിലിറ്റി മൈനിങ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുണ്ട്. അതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ അസോസിയേഷൻ റൂൾ മൈനിങ് തന്നെ. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നോക്കിയേ, നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആവുള്ള ട്രാൻസാക്ഷൻ ഡാറ്റയാണുള്ളത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ആള് ഫോണും ഹെഡ്സെറ്റും ഒരു റൂട്ടറും വാങ്ങിച്ചു. അടുത്ത ആള് ഫോണിന്റെ കവറ്, ഒരു ഡാറ്റ കേബിൾ വാങ്ങിച്ചു. അടുത്ത ആളും ഫോണിന്റെ കവറും ഒരു പവർ ബാങ്കും സ്പീക്കറും വാങ്ങിച്ചു. അടുത്തത് ഫോണും പവർ ബാങ്കും ഒരു മൗസും വാങ്ങിച്ചു. ഫോണിന്റെ കവറും ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന എന്താണ്, ഫോൺ വാങ്ങിക്കുന്ന മിക്ക ആൾക്കാരുടെയും ആരും ഒരു ഫോണിന്റെ ടെമ്പേർഡ് ഗ്ലാസ് കൂടി വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഔട്ട് ഓഫ് 5 ട്രാൻസാക്ഷൻസിൽ 3 എണ്ണത്തിൽ അത് വന്നിട്ടുണ്ട്, കണ്ടോ. സോ അതിനെയാണ് നമ്മൾ ഈ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്, ഒന്നിച്ച് വിറ്റ് പോകാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയുന്നത്, പാല് വാങ്ങിക്കാൻ പോകുമ്പോ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ബ്രെഡും മുട്ടയും കൂടെ വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയാം. ദെൻ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിൽ തന്നെ ഇപ്പം ഫോൺ വാങ്ങിക്കുമ്പോൾ ഫോൺ കവർ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഗ്രൂപ്പായിട്ട് വാങ്ങിക്കും. പക്ഷെ ഫോൺ വാങ്ങിക്കുമ്പോഴാണോ ഫോൺ കവർ വാങ്ങിക്കുന്നത്, അതോ ഫോൺ കവർ വാങ്ങിക്കുമ്പോഴാണോ ഫോൺ വാങ്ങിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയാം. അതായത് ഫോൺ വാങ്ങിക്കുന്ന എല്ലാവരും തന്നെ എന്തും വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്, ഫോണിന്റെ ഈ ഒരു സ്ക്രീൻ ഗാർഡും വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഷൂ വാങ്ങിക്കേണ്ട ആൾക്കാർ സോക്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഷൂവും സോക്സും കൂടി ഉള്ളത് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആണ്. പക്ഷെ ഷൂ വാങ്ങിക്കുമ്പോഴാണ് എന്ത് വാങ്ങിക്കുന്നത്, സോക്സ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഷൂ വാങ്ങിക്കുമ്പോഴാണ് ഷൂ പോളിഷ് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കാര്യം ഇത് ഈ ഒരു ഇതിനെ തന്നെയാണ് ശരിക്കും മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഓക്കെ, ഒരു ഈ മാർക്കറ്റ് ബാസ്ക്കറ്റിൽ ഒരേപോലെ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ഇത്തിരി കൂടി ഒരു ബിസിനസ് ലെവലിലാണ് ആ ഒരു പേര് പറയുന്നത്. ശരിക്കും അതിന്റെ അണ്ടർലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ അസോസിയേഷൻ റൂൾ മൈനിങ് തന്നെയാണ്. ഓക്കെ, അപ്പോ അത് വെച്ചിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈ റാക്കുകളിലൊക്കെ ഈ ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഈ ബ്രെഡ് വെക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും കൊണ്ട് ജാം വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് വാങ്ങിക്കുന്ന ഒരാൾക്ക് ജാം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അതിനെ പറ്റി തിങ്ക് ചെയ്യും, അത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കും. ചിലപ്പോൾ ആ ജാം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ ഒരു ചിന്ത പോകത്തില്ല. അപ്പൊ ഈ അനാലിസിസ് നടത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സിലും ബിസിനസ്സിലൊക്കെ കുറെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തും ഔട്ട്പുട്ട് എന്ന് പറയുന്നില്ലല്ലോ, ആകെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയല്ലേ ഉള്ളൂ. ഈ ട്രാൻസാക്ഷൻ ഇതാണ്, ഈ ട്രാൻസാക്ഷൻ ഇതാന്നുള്ള ഡാറ്റ ഒന്നും ഇല്ല. ഇന്ത്യന്റെ ട്രാൻസാക്ഷൻസിൽ ഇതൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ വി ആർ ആക്ച്വലി ട്രൈങ് ടു അസോസിയേറ്റ് ദ ഐറ്റംസ് ഇൻ ദാറ്റ് ഈ ട്രാൻസാക്ഷൻ അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് കാണാം, ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഷോപ്പിംഗ് വെബ്സൈറ്റിലൊക്കെ ഡ്രസ്സൊക്കെ നോക്കുമ്പം
നമ്മളൊരു പ്രാവശ്യം സെർച്ച് ചെയ്ത പിന്നെ കുറച്ച് കഴിയുമ്പോ അതേ സിമിലർ ഐറ്റംസ് തന്നെ നമുക്ക് പിന്നെയും അതെ അതൊക്കെ അതെ ഇതിൽ പെടുമോ? അതെല്ലാം ഇതിനകത്ത് വരും. നമ്മൾ ഈ ഏറ്റവും നല്ല എക്സാമ്പിൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന നമ്മളൊരു ഫോൺ ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബില്ലിങ്ങിന്റെ സെഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറെ റെക്കമെൻഡേഷൻ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാര് ഈ പറയുന്ന ഫോണിന്റെ കവറും ഈ ഹെഡ്സെറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതും കൂടെ ചേർത്ത് വാങ്ങിക്കണം, അതിന് ഓഫേഴ്സ് ഒക്കെ തരാറുണ്ട് റെക്കമെൻഡേഷൻ സിസ്റ്റംസിൽ. അപ്പൊ അതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് മോർ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഇത് കൂടുതലും ഡാറ്റ മൈനിങ് പ്രോസസ് ആണ് ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ, there is a big intersection between data mining and machine learning. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് പറയുന്ന ഒരു ടാസ്ക് ആണ് ശരിക്കും ഈ റൂൾ മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇല്ല. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഏജന്റ്സ് അല്ലെങ്കിൽ ഏജന്റ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ വരുന്നതാണ്. സോഫ്റ്റ്വെയർ ഏജന്റ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഏജന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ട്സ് പോലുള്ള സാധനങ്ങളാണ്. സോഫ്റ്റ്വെയർ ഏജന്റ് എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇതിനോട് നമ്മൾ എന്താ ചെയ്യുക, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ടാസ്ക് അങ്ങ് ചെയ്യാൻ പറയും, അത് ചെയ്യും. അത് പ്രോപ്പർലി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ഗുഡ് റിവാർഡ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാഡ് റിവാർഡ് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ഗുഡ് റിവാർഡ് കിട്ടുന്നതോറും ഇവർ എന്ത് ചെയ്യും, അത് ആ രീതിയിൽ തന്നെ ചെയ്യണം, ആ ഗുഡ് വേയിൽ തന്നെ ചെയ്യണം, അപ്പൊ ചെയ്ത വേയിൽ തന്നെ ചെയ്യണം. ബാഡ് റിവാർഡ് കിട്ടുമ്പോൾ അവൻ ആ ചെയ്ത രീതി പിന്നീട് ഫ്യൂച്ചറിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഹൈഡ്രേഷൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഹി ഈസ് ഏബിൾ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക് ഇൻ എ പ്രോപ്പർ വേ. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഈ നമ്മുടെ ഈ ഡോഗിനെ ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ആ രീതിയിലാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കേപ്പബിൾ ആക്കുന്നത് ശരിക്കും ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പോലെ തന്നെയാണ്. ടോക്കൺ ബേസ്ഡ് ലേണിംഗ് എന്നോ അല്ലെങ്കിൽ റിവാർഡ് ബേസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ പറയുന്നത് ചെറിയ കുട്ടികൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയണം. പിന്നെ അപ്പൊ ആ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ അവൻ എഗെയിൻ അത് അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ക്ലിയർ അല്ലേ? അത് നമ്മൾ ഈ ഒരു ഇതിനകത്തും ഈ ഒരു കോഴ്സിനകത്തും നമ്മൾ ഇതിനെപ്പറ്റി അധികം നല്ല ഇതിന്റെ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്ത് പോകുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ഈ ഏരിയയിലോട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം തീരാറാവുമ്പോഴത്തേക്ക് നോക്കാം. അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ലാസ്റ്റ് വണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളുടെ എപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നേരത്തെ ദിനേശ് പറഞ്ഞ പോലെ ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത് കിട്ടാൻ വളരെ പാടാണ്. ഇപ്പൊ നേരത്തെ ഫ്രോഡ് ഡിറ്റക്ഷന്റെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു 10 lakh ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഔട്ട് ഓഫ് ദാറ്റ് നമുക്കൊരു 100 ആൾക്കാരുടെ മാത്രമേ എന്തുള്ളൂ, ഈ പറയുന്ന ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ ഉള്ളൂ. 100 ആൾക്കാരിൽ ഒരു 60 പേര് ഫ്രോഡുകളും 40 പേര് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ക്ലാസിഫയർ ഉണ്ടാക്കും. ഓക്കെ, ആ 100 എണ്ണം വെച്ചിട്ട് ഒരു ക്ലാസിഫയർ ഉണ്ടാക്കും. ആ 100 ലേബിൾഡ് ഡാറ്റ വെച്ചിട്ട് ഒരു ക്ലാസിഫയർ ഉണ്ടാക്കും. ആ ക്ലാസിഫയർ ഉണ്ടാക്കിയതിന് ശേഷം ഈ അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസിഫയറിനെ ഉപയോഗിച്ചിട്ട് ലേബൽ ചെയ്യും. അപ്പൊ നമ്മൾ 100 എണ്ണത്തിൽ വെച്ചിട്ടുണ്ടാക്കിയ ക്ലാസിഫയർ ഉപയോഗിച്ച് അൺലേബിൾ ആയിട്ടുള്ള ആ 10 ലക്ഷം ഡാറ്റയും ലേബൽ ചെയ്യും. ആ ലേബൽ ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇത്രയും ഡാറ്റ വെച്ചിട്ട് ആ എൻ്റെ ഡാറ്റ വെച്ചിട്ട് വീണ്ടും ഒരു പുതിയ ക്ലാസിഫയർ ഉണ്ടാക്കി ചെയ്യും. അപ്പം ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെയും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് നിൽക്കുന്നത്. കുറച്ച് പ്രോസസ്സ് സൂപ്പർവൈസ്ഡ് ആയിട്ട് ചെയ്യും, കുറച്ച് പ്രോസസ്സ് അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ സെമി സൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്.
ക്ലിയർ ആയോ? ഏകദേശം മെഷീൻ ലേണിംഗിന്റെ ഒരു ഓവർവ്യൂ. എന്തെങ്കിലും ഡിസ്കഷൻസോ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക്? ഏത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ആക്ച്വലി അതിനെ അത് നിശ്ചയിക്കുന്നത് മറ്റേ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ആ രീതി വെച്ചിട്ടല്ലേ? അതെ, ഫസ്റ്റ് പ്രൈമറി ലെവലിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ നീഡിനെ ബേസ് ചെയ്തിട്ടാണ്. വെദർ ഇറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓർ ക്ലസ്റ്ററിംഗ് ഓർ റിഗ്രഷൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആയാലും ക്ലസ്റ്ററിംഗ് ആയാലും റിഗ്രഷൻ ആയാലും ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് അൽഗോരിതംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞ പോലെ നമുക്ക് വരുന്ന ഡേറ്റയുടെ പെക്യുലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്.